നമസ്കാരം. വിഷ്ണുമായ ചാത്തനൊപ്പം നാഗദൈവങ്ങളെയും ആരാധിക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും കുടുംബത്തിന് ഐശ്വര്യവും നൽകുന്നതാണ്. ഇത്തരത്തിൽ പല കാവുകളിലും വിഷ്ണുമായ ക്ഷേത്രങ്ങളിലും കുട്ടിച്ചാത്തനൊപ്പം തന്നെ നാഗദൈവങ്ങളെയും ആരാധിച്ചു വരുന്നു. ഇതിൻ്റെ പിന്നിൽ പല ഐതിഹ്യങ്ങളുണ്ടെങ്കിലും അത്തരത്തിൽ ഒരു ഐതിഹ്യ കഥ ആദ്യം പറയാം. പണ്ടുകാലം കാവുകളിൽ നാഗദൈവങ്ങൾ താമസിച്ചിരിക്കും. മണ്ണും വെള്ളവും കുടുംബത്തിൻ്റെ ഭാഗ്യവും അവർ കാത്തിരിക്കും. പക്ഷേ ആരെങ്കിലും കാവ് നശിപ്പിച്ചാൽ നാഗങ്ങൾ ഞൊടിച്ചിട്ട് ശാപം കൊടുക്കും. ഇതേ കാലം മലയുടെ അപ്പുറത്ത് ശക്തനായ ഒരു ദേവൻ, വിഷ്ണുമായ കുട്ടിച്ചാത്തൻ, നല്ലവരെ രക്ഷിച്ച് മോശക്കാരെ ശിക്ഷിക്കുന്നവൻ കുട്ടിച്ചാത്തൻ, മനുഷ്യർക്കും ഭൂതങ്ങൾക്കും മുന്നിൽ പേടിക്കാത്തവൻ കുട്ടിച്ചാത്തൻ. ഒരു നാൾ ദുഷ്ടശക്തികൾ നാഗങ്ങളുടെ വാസസ്ഥലം നശിപ്പിച്ചു. ഭയപ്പെട്ട നാഗങ്ങൾ ചാത്തൻ്റെ അടുത്തേക്ക് എത്തി അദ്ദേഹത്തോട് പറഞ്ഞു, "നീ ശക്തനല്ലോ, ഞങ്ങളെ സഹായിക്കണേ." വിഷ്ണുമായ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നമ്മൾ ഒരുമിച്ചാ നിന്നേയും, നിങ്ങൾ നിലം കാത്തിരിക്കെ ഞാൻ ജന്മങ്ങളെ കാത്തിരിക്കും." അതിനുശേഷം വിഷ്ണുമായ ചാത്തൻ ഞൊടിയിടയിൽ പോത്തിൻപുറത്തേറി അരമണി കുറുവടി കിലുക്കി പാഞ്ഞ് ദുഷ്ടശക്തികളെ നിഗ്രഹിച്ചു. ഇത്തരത്തിൽ പല ഐതിഹ്യ കഥകളും വിഷ്ണുമായ ചാത്തനെയും നാഗദൈവങ്ങളെയും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഐതിഹ്യങ്ങളിൽ പറയുന്നു. എന്നിരുന്നാലും കാവുകളിൽ നാഗമണ്ഡലം കഴിഞ്ഞ് കുട്ടിച്ചാത്തന് നേർച്ച കൊടുത്തു വരുന്നുണ്ട്. നാഗങ്ങൾ നിങ്ങൾക്ക് സന്താനഭാഗ്യവും ദോഷമോചനവും നൽകുന്നു. കുട്ടിച്ചാത്തലിലൂടെ നിങ്ങൾക്ക് ശത്രുദോഷ നിവാരണവും ദുരന്ത നിവാരണവും നൽകി അനുഗ്രഹിക്കപ്പെടുന്നു. അതിനാൽ തന്നെ ഓരോ അനുഗ്രഹങ്ങൾക്കുമായി ഓരോ തരം നാഗരാജ മന്ത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സമ്പത്തും ഐശ്വര്യവും നൽകുന്ന ഒരു നാഗരാജ മന്ത്രമാണ്. ഏതൊരു മന്ത്രവും അതിൻ്റെ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്നത് ശ്രദ്ധ, ഭാവന, ഭക്തി ഇവയിലൂടെയാണ്. അതിനാൽ തന്നെ യാതൊരു സംശയവും മനസ്സിലുണ്ടാകാതെ പൂർണ്ണമായ ഭക്തിയിലൂടെ വേണം ഈ മന്ത്രം നിങ്ങൾ ജപിക്കേണ്ടത്. ആദ്യം മന്ത്രം പറയാം. ഓം നാഗരാജായ നാഗായ മുഖ്യായ പദേ നമ. ഒരിക്കൽ കൂടി, ഓം നാഗരാജായ നാഗായ മുഖ്യായ പദേ നമ. ഇത് 41 തവണയാണ് നിങ്ങൾ ഉരുവിടേണ്ടത്. ഇത് പ്രഭാത വന്ദനവേളയിലും സന്ധ്യാവന്ദനവേളയിലും ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഓരോ തവണ ചൊല്ലുമ്പോഴും ശരീരശുദ്ധിയോടെ വേണം നമ്മൾ ഇത് ചൊല്ലേണ്ടത്. പ്രഭാതവന്ദനവേളയിൽ കിഴക്ക് ദിശയിലേക്കും സന്ധ്യാവന്ദനവേളയിൽ പടിഞ്ഞാറ് ദിശയിലേക്കും തിരിഞ്ഞിരുന്നു വേണം ഈ മന്ത്രം ചൊല്ലേണ്ടത്. അത്തരത്തിൽ 21 ദിവസം തുടർച്ചയായി നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലണം. ശ്രദ്ധിക്കുക, 21 ദിവസം തുടർച്ചയായി തന്നെ ചെയ്യണം. ഇത്തരത്തിൽ നിങ്ങൾക്ക് 21 ദിവസം തുടർച്ചയായി ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഏതെങ്കിലും മലയാള മാസത്തിൽ ആയില്യം നാളിൽ നിങ്ങൾക്ക് 41 പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. 21 ദിവസം
തുടർച്ചയായി ഈ മന്ത്രം ചൊല്ലുന്ന ദിവസങ്ങളിൽ യാതൊരു വിധമായ ഭക്ഷണ ക്രമീകരണങ്ങളും നിങ്ങൾ പാലിക്കേണ്ടതില്ല. എന്നിരുന്നാലും രാവിലെയാണോ സന്ധ്യയ്ക്കാണോ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുന്നത്, ആ സമയം ശരീരശുദ്ധിയോടുകൂടി വേണം ഈ മന്ത്രം ചൊല്ലേണ്ടത്. അപ്പോൾ 41 തവണ 21 ദിവസം തുടർച്ചയായോ, അല്ലെങ്കിൽ മലയാള മാസത്തിൽ ആയില്യം നാളിൽ 41 പ്രാവശ്യം. ഇത്തരത്തിൽ നിങ്ങൾ പൂർണ്ണ ഭക്തിയോടെ നിസ്സംശയം ഈ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്. പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട ഏത് സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവരെയും വിഷ്ണുമായ സ്വാമി അനുഗ്രഹിക്കട്ടെ.